ഈ ഫോൺടെക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ തുടക്കത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ പാഷനായിട്ടുള്ള ഒരു കാര്യം തന്നെ ടെക്നോളജി പരമായിട്ടുള്ള എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചൂസ് ചെയ്തൊരു മേഖലയാണ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖല. അങ്ങനെ ഈ കോഴ്സ് ഞാനൊരു സ്ഥാപനത്തിൽ പഠിച്ചു. അതിനുശേഷം 2 വർഷം ദുബായിൽ ജോലി ചെയ്യേണ്ട വന്നു. ആ ദുബായിലുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. 2 വർഷം പോയി കഷ്ടപ്പെട്ട് അവിടുന്ന് ഉണ്ടാക്കുന്ന തുക മുഴുവനായിട്ട് കൊണ്ടൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലാണ് ദുബായിൽ 2 വർഷം അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്തത്. അതിനുശേഷം കൃത്യം 2 വർഷം ആകുന്നില്ല. തുടക്കത്തിലേ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോഴേ എൻ്റെ വീട്ടിലും പറയുന്നുണ്ട് 2 വർഷത്തിൽ കൂടുതൽ ദുബായിൽ ജോലി ചെയ്യില്ല. അപ്പോൾ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി കൃത്യം 2 വർഷം എൻ്റെ വിസ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് പല രീതിയിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം. ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് മാർക്കറ്റ് സ്റ്റഡിയും എന്താണ് ഈ മേഖല എന്നൊന്നുകൂടി മനസ്സിലാക്കി, എന്താണ് ഈ മേഖലയിൽ ഇല്ലാത്തതെന്നും മനസ്സിലാക്കി. അങ്ങനെയാണ് ഫോൺടെക്കിൻ്റെ തുടക്കം. 2015 സെപ്റ്റംബർ 13 ഫോൺടെക്കിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി പറ്റി. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പഴയ ഫോട്ടോസൊക്കെ ഫോൺടെക്കിനെ കാണാൻ വേണ്ടി വരും. വളരെ ചെറിയൊരു സ്ഥാപനം, ഒരു 400 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ രീതിയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖലയിൽ തന്നെ ഞങ്ങളുടെ രീതിയും വളരെ വ്യത്യസ്തമായതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി വർഷം തോറും ഫ്രീ അപ്ഡേഷൻ ക്ലാസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. അങ്ങനെ ഫോൺടെക് അവതരിപ്പിക്കുന്ന ഓരോ വർഷങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ആശയങ്ങൾക്കും നല്ല നല്ല വഴിത്തിരിവുകൾ ഉണ്ടായി. എല്ലാവരും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഫോൺടെക്കിനെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ 10 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പ കടന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾ വളരെ വിജയകരമായിട്ട് എല്ലാ ടെക്നീഷ്യന്മാരും, കാരണം ഞങ്ങൾ ചിന്തിച്ചത് പുതിയ കുട്ടികളെ പഠിപ്പിച്ചിറക്കുക എന്നുള്ളത് മാത്രമല്ല, നിലവിൽ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകണം. കാരണം ഈ നിങ്ങൾക്കും അറിയാം, എല്ലാവരും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു കോഴ്സ് നടത്തി ഇതിവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഒരു തവണ ഫീസ് അടച്ച് പഠിച്ച ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ഫോൺടെക്കിൻ്റെ ഒരു സപ്പോർട്ട്, ആഫ്റ്റർ സപ്പോർട്ട് കൊടുക്കണം. അത് നമ്മൾ സാധാരണ പരസ്യവാചകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അത് റിയൽ ആയിട്ട് കൊടുക്കണം, അത് പ്രോപ്പറായി കൊടുക്കണം, അത് അവരുടെ അവകാശമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും അപ്ഡേഷൻ ക്ലാസ് കൊടുത്തു വരുന്നു. ഫോൺടെക്കിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ പ്രൗഡ്. കാരണം ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധമാണ് എൻ്റയർലി വ്യത്യാസം. കാരണം പിന്നീട് ഞങ്ങൾ വരുമ്പോൾ ഒരു രീതിയിലും ഞങ്ങൾ അവരെ ഒരു ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാറില്ല. പിന്നെ പറയാനുള്ളത് തന്നെ ഫോൺടെക്കിൻ്റെ പദ്ധതികളാണ്. ഇയർലി അപ്ഡേഷൻ ക്ലാസ് ആയിക്കോട്ടെ, ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ ഫോൺടെക് 1 രൂപി ക്ലാസ്, 1 രൂപക്ക് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിക്കാന്നുള്ളൊരു ഈ ആശയം. കാരണം ഈ ആശയം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇത്തരം കോഴ്സുകൾ പല സ്ഥാപനങ്ങളിലും ചെയ്തിട്ട് പല നോർത്തിലും സൗത്തിലും പല സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വിദേശത്ത് ഉൾപ്പെടെ പോയി പ്രോപ്പറായി ഒരു സ്റ്റാർട്ട് കിട്ടാതെ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. പല സംശയങ്ങൾ കൂടി സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി വെറും 1 രൂപക്ക് ക്ലാസ് കൊടുക്കുക എന്നുള്ള ഒരു ആശയമാണ് ഫോൺടെക്കിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയം എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്കും പലർക്കും ഇതൊരു ഇൻസ്പിറേഷനാണ്. കാരണം നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിത് ഭൂരിഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ആ 1 രൂപി ക്ലാസ്സിൽ ഒരു രീതിയിൽ ഞങ്ങളുടെ പരസ്യം പറയാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഞങ്ങളത് ആ രീതിയിൽ ഞങ്ങൾ ആ ഒരു ക്ലാസ്സിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ തീർച്ചയായും ഒരുപാട് ടെക്നീഷ്യൻ, എൻ്റെ പേരിൽ 100 കണക്കിന് ടെക്നീഷ്യന്മാരാണ് ഓരോ ദിവസവും ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനം ഇതുവരെ എത്തിയത് ഞങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസിനും ഫീഡ്ബാക്ക് ജനറേറ്റ് ആയി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റാൻഡമായിട്ട് ഇവിടെ വന്ന് ഒരു ക്ലാസ്സിൽ കയറി ആ കുട്ടികളോട് ചോദിച്ചാൽ അവരെങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അവർക്കെല്ലാം പറയാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ടെക്നീഷ്യനായിരുന്നു, ആ ടെക്നീഷ്യൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇന്നൊരു ടെക്നീഷ്യൻ പറഞ്ഞു. ഇങ്ങനെ ടെക്നീഷ്യന്മാരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഭൂരിഭാഗം കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോൺടെക് ഈ പറഞ്ഞ ഈ ഒരു സമൂഹത്തിന് ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നോളജ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഷെയർ ചെയ്യുക, ഇതിനൊരു മടിയില്ലാതെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടെക്നീഷ്യന്മാരും വിചാരിച്ചാൽ തന്നെ നമ്മളുടെ ഈ മേഖല ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആശയങ്ങളായിട്ട് ഇനിയും വരാനിരിക്കേണ്ട ഒരുപാട് പദ്ധതികൾ ഇനിയും പെൻഡിങ്ങിലുണ്ട്. ഫോൺടെക്കിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുക തന്നെ ചെയ്യും. വേറെ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയാനല്ല. ഫോൺടെക് മൂവിങ് ഓൺ.
അല്ല, ഇതില് റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും താഴെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, 100% പ്ലേസ്മെന്റ്. പിന്നെ അത് നമ്മൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ കോഴ്സ് കഴിഞ്ഞ ശേഷം പറയും നമ്മൾ അസിസ്റ്റൻസ് മാത്രമേ ചെയ്യുള്ളൂ, പ്ലേസ്മെന്റ് തരില്ല, ഞങ്ങൾ പ്ലേസ്മെന്റ് അസിസ്റ്റാ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാക്ക് തർക്കം ഉണ്ടാവും. ഇതേപോലെ പലരും കബളിക്കപ്പെട്ടിട്ടുണ്ട്, പലർക്കും പരാതിയുണ്ട്. ഏത് മേഖലയിൽ പോയി കോഴ്സ് ചെയ്താലും പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണെന്നെല്ലാം തുടക്കത്തിൽ പറയും. പിന്നീട് വന്നിട്ട് പ്ലേസ്മെന്റ് കാര്യം ചോദിക്കുമ്പോൾ അവരെ ടേംസ് ആൻഡ് കണ്ടീഷനും അപ്ലിക്കേഷൻ ഫോമിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൈയൊഴിയാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വേക്കൻസി പ്ലേസ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഈ മേഖല ഗ്രോത്തിലേക്കാണ് പോകുന്നത്, വളർന്നുകൊണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഒരു യഥാർത്ഥ കണക്ക് പറയുന്നത്, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ മാത്രം ദിനം പ്രതി ഒരു 500-ൽ പരം വേക്കൻസികൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി എന്നുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫോൺടെക്കിനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയിട്ട് ഈ കോഴ്സ്, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ 100% നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വേക്കൻസി 100% ഉറപ്പ് എന്ന് പറയുന്ന വലിയൊരു ആനക്കാരായിട്ട് ഫോൺടെക്കിന് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫോൺടെക് സ്ഥാപനം തുടങ്ങിയത് മുതൽ ഫോൺടെക് ഫ്രീ പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിച്ച ഒരാളായാലും നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ജോലി എന്നല്ലേ ഞങ്ങൾ തരാൻ തയ്യാറാണ്. അത് ഞങ്ങൾ കോൺഫിഡൻ്റ്ലി പറയാം. അത് നിങ്ങൾക്ക് ഒരു പറയും വേണ്ട, നിങ്ങൾ ഫോൺടെക്കായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും. എന്തുകൊണ്ട് ഫോൺടെക്കിൽ കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഫോൺടെക്കിൽ? കാരണം നിങ്ങൾ പ്ലേസ്മെന്റ് നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഫോൺടെക്ക് തന്നെ പഠിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെക്നോളജി എൻ്റെ കയ്യിൽ ഡിഫറെൻ്റാണ്. ഞങ്ങളുടെ സിലബസ് എല്ലാ 6 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ആകുന്ന ലേറ്റസ്റ്റ് സിലബസാണ് ഞങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഫോൺടെക്കിൽ പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ കോഴ്സ് ഫീസ് അടച്ച് കോഴ്സ് ചെയ്ത ഒരാൾക്ക് ഇയർലി വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ്സും അവർക്ക് ഫ്രീ ആയി വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫ്രീ അപ്ഡേഷൻ ക്ലാസ് സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്ലേസ്മെന്റ്, ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, നമുക്കൊരു പ്ലേസ്മെന്റ് കിട്ടി, അതോടുകൂടി കമ്മിറ്റ്മെന്റ് തീരുകയല്ല ചെയ്യുന്നത്. ലൈഫ് ലോങ് നിങ്ങൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേക്കൻസി വേണമെങ്കിലും ഫോൺടെക്കിന്റെ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു കോഴ്സ് ചെയ്യുന്നതിൽ കൂടി 2 കാര്യമാണ് ഉറപ്പ് വരുത്തുന്നത്. ഒന്ന്, നോളജ്, ആ മേഖലയിലെ നോളജ് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഫോൺടെക്ക് തന്നെ വരണം, എന്നാൽ മാത്രമേ ഫോൺടെക്കിന്റെ കൂടെ നിങ്ങൾക്കും വളരാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരു വേക്കൻസി അല്ല, നിങ്ങൾ ഈ മേഖലയിൽ എത്ര വർഷം ജോലി ചെയ്യുന്നു അത്രയും തവണ വേക്കൻസി തരാൻ ഞങ്ങൾ റെഡിയാണ്. ഇതിനാണ് നിങ്ങൾ ഫോൺടെക്കിനെ ചൂസ് ചെയ്യേണ്ടത്. സാധാരണ ഫോൺടെക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും ഒരു ആശങ്ക ഉണ്ടാകും. കാരണം ഇതിങ്ങനെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എടുക്കുന്നു, ഇതേ കോഴ്സ് ചെയ്യുന്നു, പുറത്തിറങ്ങി. ഫോൺടെക്കിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. സാധാരണ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സാധാരണ പോകുന്ന ദിവസം തന്നെ ഒരു വലിയ ഭാരിച്ച തുക നമ്മൾ ഫീസായിട്ട് അടക്കണം. ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് 1 വീക്ക് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും, ഇത് നമുക്ക് വർക്കൗട്ട് ആവില്ല. ഈ ഒരു ധാരണ കിട്ടുമ്പോൾ നമുക്ക് ഇറങ്ങാനും പറ്റില്ല. കാരണം നമ്മളൊരു വലിയ തുക നമ്മൾ അവിടെ പേ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതുള്ള പല ഡോക്യുമെന്റ്സും, ഒറിജിനൽ ആയിട്ടുള്ള നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോൺടെക്കിനെ സംബന്ധിച്ച് ഫോൺടെക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട്, കാരണം അതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. കാരണം ഒരു കുട്ടി വരുന്നു, അന്ന് തന്നെ ഒരു ഭാരിച്ച തുക അടക്കുന്നു. അതുമാത്രമല്ല, വിലപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം മേടിച്ചു വെക്കുന്ന കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ കൂടെ. ഫോൺടെക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജസ്റ്റ് ഒന്ന് അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചാൽ അവന് നമ്മൾ 1 വീക്ക് അവന് ക്ലാസ്സിന് ഇരിക്കാനുള്ള പെർമിഷൻ കൊടുക്കും. ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിലൂടെ ഞങ്ങൾ ആ കുട്ടിക്ക് ഇതിനുള്ള നോളജ് ഉണ്ടോ, ഈ കുട്ടിക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ഞങ്ങളും അവനെക്കുറിച്ച് പഠിക്കും, ആ ഒരു സ്റ്റുഡൻറ്റിന് ഞങ്ങളെക്കുറിച്ച് പഠിക്കാനും. കാരണം ഇത് എനിക്ക് വർക്കൗട്ടാന്നുള്ള തോന്നൽ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അതിനുശേഷം മാത്രമാണ് ഫോൺടെക്കിലുള്ള ബാക്കിയുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടക്കുക. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടത് ഫിൽട്ടർ ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മേഖലയ്ക്ക് അവർക്ക് സൂട്ടാണോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറയണം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണെന്നുള്ള ഒരു അഗ്രിമെന്റ് കൊടുക്കുന്നുണ്ട്. ആ അഗ്രിമെന്റ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവൻ ഓക്കെ ആണെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങളുടെ ഫെസിലിറ്റീസ് ഓക്കെയാണ്, ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ഓക്കെ ആണെന്നുള്ള തോന്നൽ പുള്ളിക്കും വേണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അവർ പിന്നീട് ഒരു ഫീസ് അടയിട്ട് ഒരു ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ ഫീസ് അടപ്പിക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഫോൺടെക്കിനെ സംബന്ധിച്ച് ഒരു രീതിയിലുള്ള അവരുടെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളോ, ആധാർ കാർഡ്, ഈ പറഞ്ഞ പോലെ SLC ബുക്ക്, ഇങ്ങനെയുള്ള ഒരു പ്രൂഫും ഫോൺടെക്ക് ഹോൾഡ് ചെയ്യാറില്ല. കാരണം അങ്ങനത്തെ ഹോൾഡിങ്ങിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഞങ്ങളുടെ സിലബസിന്റെ പുറത്തും ഞങ്ങളുടെ ക്വാളിറ്റിയുള്ള ക്ലാസിന്റെ പുറത്തും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികൾ ഒരിക്കലും പാതി വഴിയിൽ വെച്ച് നിർത്തുന്നുള്ള ഒരു തോന്നലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഒരു R&D ടീമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അപ്ഡേഷൻ എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് 6 മാസം കൂടുമ്പോൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ R&D ടീം എന്നും ഗവേഷണത്തിലാണ്, പുതിയ എന്തൊക്കെ അപ്ഡേറ്റുകൾ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പൊ അതിനൊരു മേജർ ടീം തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോയി ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. അതിനെ സംബന്ധിച്ച് എവിടെയൊക്കെയാണോ പുതിയ അപ്ഡേറ്റുകൾ
അവസ്ഥകൾ ഉണ്ടാകുന്ന അത് നേരിട്ട് പോയി ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ ഞങ്ങൾ വിദേശത്ത് വിട്ട് അപ്ഡേറ്റ് ചെയ്യിപ്പിച്ച് അവരിവിടെ വന്ന് ഞങ്ങളുടെ ബാക്കിയുള്ള ഫാക്കൽറ്റികൾക്ക് ക്ലാസ് കൊടുത്ത് അങ്ങനെ ഒരു R&D പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള എൻ്റെ പേരിൽ ഇന്ത്യയിൽ തന്നെ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് പല ഇപ്പോൾ നോർത്ത് നല്ല ഡൽഹി നടക്കുള്ള വർക്കുകൾ ഇവിടെ വെച്ച് ഞങ്ങൾ റിപ്പയർ ചെയ്ത് തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ ടെക്നോളജി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ വേണ്ടി ഇയർലി അപ്ഡേഷൻ ക്ലാസ് തരാൻ വേണ്ടി പറ്റുന്നത്. അതായത് വർഷം തോറും അപ്ഡേഷൻ ക്ലാസ് തരാം. അതിനുള്ള ഒരു ബാക്ക് എൻഡ് ടീം മേ ബി ഒരു 15ഓളം ഫാക്കൽറ്റീസ് ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്താണ് ഇപ്പൊ ഇന്ന് കറന്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് അവർ പ്രോപ്പറായി പ്രിപ്പയർ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് സിലബസിലൂടെ കൊടുക്കുന്നത്. അതും വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ. കാരണം ഞങ്ങളുടെ കുട്ടി ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവന് എങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ഗവേഷണം നമ്മൾ നടത്തിയിട്ടുണ്ടാവും. അത് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ സിലബസ് ഞങ്ങൾ കുട്ടികൾക്കേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തന്നെ ഈ 20 മാസത്തെ കോഴ്സായിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. ഈ 20 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 8 മാസം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ് ആണ്. ഈ 8 മാസം അവർ പ്രോപ്പറായി തിയറിയും പ്രാക്ടിക്കലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ട്രെയിനിങ് സെന്റർ ഞങ്ങളായിട്ട് ടൈപ്പ് ഉള്ള എൻ്റെ ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഏകദേശം ഒരു 400ഓളം സ്ഥാപനങ്ങളുണ്ട്. ഈ 400ഓളം സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഇത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത് ഒരു 12 മാസത്തേക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആണ് ഇവർക്ക് വരുന്നത്. അത് ആദ്യം 3 മാസം അവരെ പ്രോപ്പർ ട്രെയിനിങ്. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടൻ അതൊരാൾ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആകുന്നില്ല. അപ്പൊ അയാളെ നമ്മൾ പ്രോപ്പറായി ട്രെയിൻ ചെയ്യുന്ന ആദ്യത്തെ 3 മാസത്തെ ബിഗിനിങ് ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ അവർക്ക് വന്നിട്ട് പ്രോപ്പറായി ബാക്കി 9 മാസം പ്രോപ്പറായിട്ടുള്ള അവരൊരു ടെക്നീഷ്യൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ആ സമയത്ത് അവർക്കൊരു സാലറി ഉണ്ടാവും. ആ 12 മാസം അവർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും നമ്മൾ റീകോൾ ചെയ്ത് ഞങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യും. അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ അവർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഒരു 15 ഡേയ്സും കൂടി ക്ലാസ് കൊടുക്കുന്നത് കൂടിയാണ് ഞങ്ങളുടെ ഈ കോഴ്സ് ശരിക്കും കംപ്ലീറ്റ് ആണ്. അതിനുശേഷം ഞങ്ങൾ അവർക്കൊരു പ്ലേസ്മെന്റും കൊടുക്കും. അപ്പോൾ ഈ പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ അവർ ഓൾമോസ്റ്റ് ഒരു നല്ല സാലറി വാങ്ങുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇതൊരു ചെക്കിംഗ് പ്രോസസ്സ്. 8 മാസം ക്ലാസ് കഴിയുന്നു, 3 മാസം ബിഗിനിങ് ട്രെയിനിങ്ങിന് വിടുന്നു. അവിടെ തന്നെ ചിലപ്പോൾ അവർക്ക് 9 മാസം ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അവർക്ക് അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് എപ്പോഴും, കാരണം ഇതൊരിക്കലും എവിടെയും ഞങ്ങളൊരു ബോണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്നെടുത്ത് ജോലി ചെയ്യണമെന്നോ അല്ലെ വേറെ രീതിയിൽ ഇന്റേണൽ ആയിട്ടുള്ള വേറൊരു ഡീലിങ്ങോ അല്ലെ ഞങ്ങളും ഈ പറഞ്ഞ ട്രെയിനിങ് സെന്റർ ആയിട്ട് വേറൊരു കണക്ഷൻ ഇങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ അവർക്ക് ചോയ്സ് ആണ്. കാരണം അവർ എവിടെയും വന്നിട്ട് വേറെ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും അവരെ ഫീഡ്ബാക്ക് കൊടുക്കും. നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് നോളജുകൾ കിട്ടുന്നുണ്ടോ, നിങ്ങൾ അപ്ഡേറ്റ് ആകുന്നുണ്ടോ, ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള സ്റ്റാഫുകൾ അവരെപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 20 മാസം കഴിയുമ്പോൾ ഞങ്ങൾ അവരെ റീകോൾ ചെയ്ത് ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കുട്ടികളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യും. അതിന് പുറമെ ഒരു 15 ഡേയ്സ് ഈ അപ്ഡേഷൻ ക്ലാസ്. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, 8 മാസത്തെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് 1 ഇയർ ട്രെയിനിങ്, അതായത് 1 ഇയർ കഴിയുമ്പോൾ ഞങ്ങൾ ഓൾറെഡി വാഗ്ദാനം ചെയ്ത അപ്ഡേഷൻ ക്ലാസ് കൊടുത്തിട്ടാണ് പിന്നീട് പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ഇവിടുന്ന് വിടുന്നത്. സ്ത്രീകൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പോൾ പലയിടത്തും യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോർത്തിലും സൗത്തിലെല്ലാം പോകുന്ന സ്ത്രീകൾ കടന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളെയും കാട്ടി ആപ്റ്റാവുന്നത് സ്ത്രീകൾക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് മൊബൈൽ, ഈ പ്രൈവസി എല്ലാം വളരെ വിലപ്പെട്ടതായ സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മലപ്പുറത്തുനിന്നും എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലായിട്ട് പെൺകുട്ടികൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി, പഴയ ഒരു സമൂഹം മാറി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, കാരണം റിപ്പയറിംഗ് പണ്ടത്തെക്കാൾ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു ടേബിളിന്റെ മുകളിൽ നിങ്ങളുടെ സർവീസ് ടേബിൾ ആക്കി മാറ്റാനുള്ള അവസരം പോലും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കുടുംബിനിയാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്, ചിലപ്പോൾ അവർക്ക് വന്നിട്ട് പുറത്തു പോയി ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഈ കോഴ്സ് എടുത്താൽ അവർക്ക് അവരെ വീട്ടിൽ വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത് ആപ്റ്റാണ്, അവർ തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ എന്നെ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു 30% ഇപ്പൊ സ്ത്രീകൾ ഈ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് കടന്നു വരുന്നുണ്ട്. എന്നെ പറഞ്ഞ വരും വർഷങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ആൺകുട്ടികളെ കണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പെൺകുട്ടികളെയും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങൾ നിലവിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫോൺടെക്കിൽ കേരളത്തിനകത്തുനിന്നും ആയിക്കോട്ടെ, ഇപ്പോൾ കർണാടകയിൽ നിന്നായിക്കോട്ടെ, തമിഴ്നാട്ടിൽ നിന്നായിക്കോട്ടെ, ലക്ഷദ്വീപിൽ നിന്ന് വരെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പം ഇത്രയും ദൂരം നിന്നെല്ലാം കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് അവരുടെ പാരൻസിന് കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വിത്ത് വാർഡൻ. സാധാരണ നമ്മളൊരു സ്പേസ് എടുത്തിട്ട് ഒരു റെന്റലിനെടുത്ത് അലോക്കേറ്റ് ചെയ്യുന്നതല്ലാതെ ഫോൺടെക്കിനായിട്ട് തന്നെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു വിത്ത് വാർഡൻ ആയിരിക്കും ഉണ്ടാവും. വാർഡൻ എന്ന് പറഞ്ഞാൽ അവരുടെ വാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി ടൈം നൈറ്റ് ഷിഫ്റ്റ് മാത്രമല്ല, ഫുൾ ഡേ, അതായത് അവരെ എൻറ്റയർലി അവരെ പ്രോപ്പർ മോണിറ്റർ ചെയ്യുന്ന വാർഡൻ അടക്കം ഉണ്ടാവും.
എൻ്റെ പേരിൽ ലഹരിപരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാതിരിക്കാൻ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെന്റ് ടീമുണ്ട്, റൈഡുകൾ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാരൻസിനെ വിട്ടു വരുമ്പോൾ അവരുടെ ആശങ്കകൾ ഉണ്ടാവും. ആ ആശങ്കകൾ ഞങ്ങൾ മറികടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ പേരിൽ അത് ഇതുവരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനത്തിൽ ഫോൺടെക്കിന്റെ ഒരു പ്രവർത്തനം ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു നല്ല ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. കണ്ണൂർ ഫോൺടെക് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ മൾട്ടി, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരി ഓൾ ഇന്ത്യ ലെവലിൽ ഹൈ ഫെസിലിറ്റീസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സാധാരണ നമ്മൾ ഇത്തരം കോഴ്സുകൾക്ക് ചൂസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരുടെയും ആശങ്കകൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാൾ വർക്ക് ചെയ്യുന്നത് വരെ മറ്റൊരാൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ 3 പേർക്കും കൂടി ഒരു സെറ്റാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 പേർക്കും കൂടി ഒരു വേറൊരു മെഷീനാണ് ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല, ഇൻഡിവിജ്വലി ഒരു പാക്കേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ബ്ലോവർ ആയാലും മൈക്രോസ്കോപ്പ് ആയാലും ആരൊക്കെയുണ്ടോ വേറൊരാളെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഹാർഡ്വെയറിന്റെ ക്ലാസ് ആയാലും ശരി, സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് ആയാലും. സോഫ്റ്റ്വെയറിന് ഇപ്പോൾ സിസ്റ്റം ബേസ് ആയിട്ടുള്ള ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഒരു മോണിറ്റർ, ഒരു CPU അല്ലെ ഒരു സിസ്റ്റം തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞങ്ങളുടെ ക്ലാസ് റൂം ഫെസിലിറ്റീസുകളിൽ നിങ്ങൾ കാണുമ്പോൾ ചെയ്ത് ഇത് കണ്ണൂർ തന്നെയാണോ? കാരണം കണ്ണൂർ ഇത്തരത്തിലൊരു സ്ഥാപനം എൻ്റെ ഇപ്പോൾ ഒരു ആദ്യത്തെ ട്രൈ ആണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് കണ്ണൂരും ഡെവലപ്പാണ്, അതിൻ്റെ കൂടെ കണ്ണൂരിൻ്റെ കൂടെ ഡെവലപ്പായ ഒരു സ്ഥാപനമാണ് ഫോൺടെക്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ നോർത്തിലൊക്കെ ഡൽഹിയിലൊക്കെ പോയാൽ കാണാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഫെസിലിറ്റീസ് ആണ് ഫോൺടെക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഫോൺടെക്കിന്റെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നല്ല ശതമാനം ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ തൊഴിൽ സാധ്യതകൾ ഏതൊക്കെ മേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പലരും മടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒട്ടനേകം വേക്കൻസി ഇപ്പോഴും ഞങ്ങൾക്ക് പെൻഡിങ് ആണ്. ഞങ്ങളുടെ ഫ്രീ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ ഈ കോഴ്സ് ചെയ്യേണ്ട, നിങ്ങൾ ഈ മേഖലയെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അത്രയും പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഫേസ് ചെയ്യുന്നവർക്ക് ഇത്തരം കോഴ്സുകൾ ഏത് പ്രായക്കാർക്കും ചെയ്തുകൊണ്ട് ഇത്തരം മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോൺടെക്കിന്റെ വിഷൻ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഫോൺടെക്കിന്റെ ഇപ്പോൾ പുതിയ ബ്രാഞ്ച് 2025 നിലവിൽ എറണാകുളത്ത് ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ വർക്ക്, ഇന്റീരിയൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലുടനീളം ബ്രാഞ്ചുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ കേരളം മാത്രമല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുക, ഈ തൊഴിലില്ലായ്മയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക, എല്ലാവരുടെയും ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ തൊഴിൽ സാധ്യതയിലേക്ക് കൈപിടിച്ച് ഉയർത്താന്നുള്ളതാണ് ഫോൺടെക് ലക്ഷ്യമാക്കുന്നത്.